സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ അവാർഡ് ജേതാക്കളായ സ്ത്രീകളെ പിന്നിലിരുത്തിയതിനെ ചോദ്യം ചെയ്ത് നടി അഹാന കൃഷ്ണ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുന്നു. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ചകളുണ്ടാവുന്നു. എന്തായിരുന്നു അവാർഡ് ദാന ചടങ്ങിലെ ഇരിപ്പിട പ്രശ്നം? എല്ലാം വളരെ ഭംഗിയായിരിക്കുന്നു. പുരസ്കാര ജേതാക്കളുടെ നേട്ടത്തിൽ ഞാൻ അങ്ങേയറ്റം ആഹ്ലാദിക്കുന്നു. എങ്കിലും അവിടെ വിജയികളെ ഇരുത്തിയ രീതി അസ്വസ്ഥതയുണ്ടാക്കി. സ്ത്രീകളെല്ലാവരും ഒന്നാം നിരയ്ക്ക് പിന്നിലായി പോയത് വെറും ഒരു ആകസ്മികതയാണോ? അവരിൽ പലരും തീർച്ചയായും മുൻനിരയിൽ ഇരിക്കേണ്ടവരായിരുന്നു എന്നാണ് അഹാന പറഞ്ഞത്. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ ഇത്തരം അസമത്വങ്ങൾ ഉണ്ടാവാൻ പാടില്ലെന്ന് അഭിപ്രായപ്പെട്ടവർ നിരവധിയാണ്. എന്നാൽ ഇങ്ങനെ പറയാൻ മാത്രം അവിടെ ഒന്നും നടന്നിട്ടില്ലെന്ന് പറയുന്നവരുമുണ്ട്. അഹാന പങ്കുവച്ചത് ഒരു ഓൺലൈൻ ചാനൽ പുറത്തുവിട്ട അപൂർണമായ വീഡിയോ ആണെന്നാണ് പലരും പറയുന്നത്. മികച്ച നടൻ, മികച്ച സംവിധായകൻ, ജൂറിയുടെ പ്രത്യേക പരാമർശം നേടിയ നടന്മാർ എന്നിവർക്കൊപ്പം മുൻനിരയിലായിരുന്നു മികച്ച നടിയായ ഷംല ഹംസയുടെ ഇരിപ്പിടമെന്നും അഹാനയെ വിമർശിച്ചവർ പറയുന്നു. എന്നാൽ ആ വാദത്തിൽ തന്നെ പ്രശ്നമുണ്ട്. മികച്ച നടിയെ മുൻനിരയിൽ ഇരുത്തിയതിൽ ഇങ്ങനെ എടുത്തു പറഞ്ഞ് അഭിമാനിക്കാനായി യാതൊന്നുമില്ല. ഷംല ഹംസ ഒഴികെ മറ്റ് വനിതാ അവാർഡ് ജേതാക്കൾ ആരും മുൻനിരയിൽ ഉണ്ടായിരുന്നില്ല എന്ന് അവാർഡ് ദാന ചടങ്ങിന്റെ പുറത്തുവന്ന വീഡിയോകളിൽ നിന്ന് വ്യക്തമാണ്. പ്രത്യേക പരാമർശം നേടിയ നടന്മാരായ ടൊവിനോയും ആസിഫ് അലിയും മുൻനിരയിലുണ്ടായിരുന്നു. എന്നാൽ അതേ പ്രത്യേക പരാമർശം ലഭിച്ച ജ്യോതിർമയി പിൻനിരയിലായിരുന്നു. പലർക്കും മനസ്സിലായില്ലെങ്കിലും പലരും മനസ്സിലായില്ലെന്ന് നടിച്ചാലും അഹാന പറഞ്ഞതിൽ കാര്യമുണ്ട്.